സോ നെക്സ്റ്റ് എനിക്കൊരു കോൾ വന്ന് കട്ടായി പോയതാണ്. ഓക്കെ, ലെഫ്റ്റിൽ നമ്മൾ പറഞ്ഞത് റിലേഷൻസ് വരുന്നത് ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെ നമുക്ക് ഇവിടുന്ന് അയോട്ട വരുന്നുണ്ട്. അയോട്ട ഇങ്ങനെ വന്നിട്ട് ആർച്ച് ഓഫ് അയോട്ട ആയിട്ട് ഇങ്ങനെ ഡിസെൻഡിങ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ആർച്ച് ഓഫ് അയോട്ടയും ഡിസെൻഡിങ് അയോട്ടയും ഇതിൻ്റെ റിലേഷൻസ് വരുന്നത്. ഇനി അടുത്തത് ഹൈലം. ഹൈലത്തിൻ്റെ റിലേഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റൈറ്റിൽ ലെഫ്റ്റിലും ഹൈലം ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈലത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൈലം, ബിഹൈൻഡ് ദ ഹൈലം ആൻഡ് എബവ് ദ ഹൈലം. ഹൈലത്തിൻ്റെ മുമ്പിൽ എന്താണ്, പുറകിൽ എന്താണ്, മുകളിൽ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ റൈറ്റിൻ്റെ ഈ ഹൈലത്തിന് തൊട്ട് മുമ്പിൽ വരുന്നത് നമ്മുടെ ഈ ഇൻഫീരിയർ വീന കാവയാണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഹൈലത്തിൻ്റെ മുമ്പിൽ വരുന്നത് നമ്മുടെ കാർഡിയാക് ഇംപ്രഷൻ ഫോർ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിനുള്ള കാർഡിയാക് ഇംപ്രഷനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി ബിഹൈൻഡ് ദ ഹൈലം നോക്കുകയാണെങ്കിൽ റൈറ്റിൽ വരുന്നത് ഗ്രൂ ടു ദ ഈസോഫാഗസ്. അത് നമുക്ക് പുറകിൽ വരുന്ന സംഭവങ്ങളാണ്. പുറകിൽ വരുന്ന സംഭവങ്ങൾ നമുക്ക് എഴുതി തന്നെ വെക്കണം, ബിക്കോസ് നമുക്കത് പിക്ചറിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അതായത് നമുക്ക് ജസ്റ്റ് ചിന്തിക്കാവുന്നതേ ഉള്ളൂ റൈറ്റിൽ നമ്മൾ പുറകിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ റൈറ്റിൻ്റെ ഫ്രണ്ടിൽ എന്താണ്, ഇൻഫീരിയർ വീന കാവ. ലെഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ കാർഡിയാക് ഇംപ്രഷൻ ഫോർ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ദെൻ ബിഹൈൻഡിൽ നമുക്കുള്ളത് ഗ്രൂവ് ഫോർ ഈസോഫാഗസ്. ഈസോഫാഗസിൻ്റെ ഗ്രൂവാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണെങ്കിലോ ഇവിടുത്തെ ബിഹൈൻഡിൽ നമുക്ക് ഡിസെൻഡിങ് അയോർട്ടയുടെ ഗ്രൂവാണ്. ഡിസെൻഡിങ് അയോർട്ടയ്ക്കുള്ള ഗ്രൂവാണ് ഇവിടെ ഉള്ളത്. ഇനി എബവ് ഹൈലത്തിൻ്റെ മുകളിലായിട്ട് നമുക്കുള്ളത് ആർച്ച് ഓഫ് അസൈഗോസ് വെയിൻ. അസൈഗോസ് വെയിനിൻ്റെ ആർച്ചാണുള്ളത്. ആർച്ച് ഓഫ് അസൈഗോസ് വെയിൻ. ഫ്രണ്ടിൽ ഇൻഫീരിയർ വീന കാവ, പുറകിൽ ഈസോഫാഗസ്, മുകളിൽ അസൈഗോസ് വെയിനിൻ്റെ ഒരു ഗ്രൂവാണുള്ളത്. അപ്പോൾ എബോവിൽ ഗ്രൂവ് ഫോർ അസൈഗോസ് വെയിൻ. അസൈഗോസ് വെയിനിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടാവും, അസൈഗോസ് വെയിനിൻ്റെ മുകളിലായിട്ട് ഈ അസൈഗോസ് വെയിനിൻ്റെ ബ്രാഞ്ചസ് റൈറ്റ് ബ്രാക്യോസെഫാലിക് വെയിന് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ട്രക്കിയ ഉണ്ട്, ഈസോഫാഗസും ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ എബവ് ദ ഹൈലത്തിൽ. അത് മുകളിലേക്ക് അങ്ങനെ പോകുമ്പോൾ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫ്രണ്ടിൽ ഇൻഫീരിയർ വീന കാവ, ബിഹൈൻഡിൽ ഗ്രൂവ് ഫോർ ഈസോഫാഗസ്, എബവിൽ ഗ്രൂവ് ഫോർ അസൈഗോസ് വെയിൻ. ഇവിടെയാണെങ്കിലോ എബവ് എന്താ ഉണ്ടാവുക, യെസ് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ടയാണ് ഉണ്ടാവുക. ഇവിടുത്തെ എബവ് നമുക്കുണ്ടാകുന്നത് ആർച്ച് ഓഫ് അയോട്ട. ആർച്ച് ഓഫ് അയോട്ടയുടെ 3 ബ്രാഞ്ചസ്. ഓക്കെ, ആർച്ച് ഓഫ് അയോട്ടയുടെ 3 ബ്രാഞ്ചസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ആർച്ച് ഓഫ് അയോട്ടയും ആർച്ച് ഓഫ് അയോട്ടയുടെ 3 ബ്രാഞ്ചസും. ആർച്ച് ഓഫ് അയോട്ട 3 ബ്രാഞ്ചസ്. എന്തൊക്കെയാണ് 3 ബ്രാഞ്ചസ്? ആർച്ച് ഓഫ് അയോട്ട, അതിൻ്റെ 3 ബ്രാഞ്ചസ് ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, പിന്നെ സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഗ്രൂവ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇതിലൊരു വേറൊരു സംഭവം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെനിക് നെർവും പിന്നെ വാഗസ് നെർവും, ഇത് രണ്ടും ഈ ഹൈലവുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ലെഫ്റ്റ്. ഫ്രെനിക് നെർവ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൈലമാണ് പാസ് ചെയ്യുന്നത്. വാഗസ് നെർവ് ബിഹൈൻഡ് ഹൈലവും. അപ്പോൾ ഫ്രണ്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഫ്രെനിക് നെർവ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൈലം. അപ്പോൾ നമുക്ക് പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഫ്രെനിക് നെർവ് പാസസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൈലം ആൻഡ് റൈറ്റ് വാഗസ് നെർവ് പാസസ് ബിഹൈൻഡ് ദ ഹൈലം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഫ്രെനിക് നെർവ് പാസസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൈലം ആൻഡ് ലെഫ്റ്റ് വാഗസ് നെർവ് പാസസ് ബിഹൈൻഡ് ദ ഹൈലം. അപ്പോൾ അത് അങ്ങനെ ഒരു പോയിൻറ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ റിലേഷൻസിൽ വരുന്നത്. ഈ മീഡിയാസ്റ്റിനൽ സർഫസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റിലേഷനും അതിൻ്റെ ഹൈലത്തിനുമുള്ള റിലേഷനാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്കുള്ളത് റൂട്ട് ഓഫ് ദ ലങ് ആണ്. റൂട്ട് ഓഫ് ലങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കവിടെ ലങ്സിൻ്റെ ഏറ്റവും റൂട്ട് വരുന്നത് 5th, 6th ആൻഡ് 7th thoracic vertebrae.
ഇങ്ങനെയാണ് പറയുന്നത്. 5th 6th 7th അതാണ് നമ്മുടെ ലങ്സിൻ്റെ റൂട്ട് വരുന്നത്. ഓക്കെ.